എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1 പൊളിറ്റിക്കൽ സയൻസിലെ 4th ചാപ്റ്ററായ എക്സിക്യൂട്ടീവ് അഥവാ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്ന പാഠഭാഗമാണ്. അപ്പം ഈ പാഠഭാഗത്തിൽ അധികം കാര്യങ്ങളൊന്നും പഠിക്കാനില്ല, 2-3 കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അപ്പം എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമങ്ങൾ നടപ്പിലാക്കുകയാണ് എക്സിക്യൂട്ടീവിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. അപ്പം നിയമം നടപ്പിലാക്കുന്നവരെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. നിയമങ്ങൾ നിർമ്മിക്കുന്നത് പാർലമെൻ്റ് ആണെങ്കിലും നടപ്പാക്കുന്നത് എക്സിക്യൂട്ടീവാണ്. അപ്പം എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത്. അതായത് കാര്യനിർവഹണ വിഭാഗത്തെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പം ഈ പാഠത്തിൽ ഫസ്റ്റ് കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഈ ഭാഗത്തേക്ക്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക, ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രപതി അഥവാ പ്രസിഡൻറ്റ്. ഓക്കെ, രാഷ്ട്രപതി, പ്രസിഡൻറ്റ്. അപ്പം ഇവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളിപ്പം മെയിനായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ പോരെ. അപ്പം ഇവിടെ രാഷ്ട്രപതിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്ന ഒരു പ്രക്രിയയെ പറ്റി പറയുന്നുണ്ട്. എന്താണ് ആ പ്രക്രിയ? ഇംപീച്ച്മെൻറ്റ് എന്നാണ് ആ പ്രക്രിയയുടെ പേര്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇംപീച്ച്മെൻറ്റ്. രാഷ്ട്രപതിയെ അദ്ദേഹത്തിൻ്റെ അധികാരത്തിൽ നിന്നും നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് രാഷ്ട്രപതിയെ അദ്ദേഹത്തിൻ്റെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്ന പ്രക്രിയ പറയുന്ന പേരെന്താണ്? ഇംപീച്ച്മെൻറ്റ്. ഇനി നമുക്ക് പഠിക്കേണ്ട അടുത്ത ടോപ്പിക്കാണ് രാഷ്ട്രപതിയുടെ വിവേചനാധികാരങ്ങൾ. രാഷ്ട്രപതിയുടെ വിവേചനാധികാരങ്ങൾ 3 മാർക്കിന് ചോദിക്കുന്നതാണ്. 3 പോയിൻറ്റ്സാണ് ഉള്ളത്. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 3 പോയിൻറ്റ്സ് എന്ന്. ഒന്നാമതായി, മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധന നടത്തുന്നതിനായി തിരിച്ചയക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. അതായത് എന്താണ്, പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങൾ എന്ത് ചെയ്യാം, പുനഃപരിശോധന നടത്താം, അങ്ങനെയാണ് പറയുന്നത്. എന്താണ്, മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധന നടത്തുന്നതിനായി തിരിച്ചയക്കാനുള്ള അധികാരം ആർക്കുണ്ട്? രാഷ്ട്രപതിക്കുണ്ട്. രണ്ടാമത്തെ പോയിൻ്റ് എന്താണ്? രണ്ടാമതായി, രാഷ്ട്രപതിക്ക് വീറ്റോ അധികാരമുണ്ട്. എന്താണ്? വീറ്റോ അധികാരമുണ്ട്. മൂന്നാമത്തെ പോയിൻ്റ് എന്താണ്? തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷമില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് തൻ്റെ വിവേചനാധികാരം ഉപയോഗിക്കാം. അങ്ങനെ ഈ 3 വിവേചനാധികാരങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. രാഷ്ട്രപതിയുടെ വിവേചനാധികാരങ്ങൾ ചോദിക്കും. ഇനി ഈ പാഠഭാഗത്ത് നിന്ന് പഠിക്കേണ്ട അടുത്ത കാര്യമാണ് പ്രധാനമന്ത്രിയുടെ ചുമതലകൾ. ഇതും എക്സാമിന് ചോദിച്ച് കാണുന്നതാണ്. 4 മാർക്കിന് 5 മാർക്കിനൊക്കെ ചോദിച്ച് കാണാറുള്ളൂ. എന്തൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ ചുമതലകൾ? മന്ത്രിസഭ രൂപീകരിക്കുന്നു, മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നു, മന്ത്രിസഭയുടെ വലിപ്പം നിശ്ചയിക്കുന്നു, മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നു. അങ്ങനെ ഒരു 4 പോയിൻറ്റ്സ് പ്രധാനമന്ത്രിയുടെ ചുമതലകൾ നിങ്ങൾ പഠിക്കുക. ഇതൊക്കെ വായിച്ച് നോക്കിയാൽ മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും പൊളിറ്റിക്സൊക്കെ. അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് കാരണം +1 +2ലേക്ക് എത്തുമ്പോൾ കുറേ വിഷയങ്ങൾ നമുക്ക് ഇതിനോട് അഡീഷണലായിട്ട് പഠിക്കാനുണ്ട്. കൊമേഴ്സുകാരായാലും ഹ്യൂമാനിറ്റീസുകാരായാലും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം പെട്ടെന്ന് നമുക്ക് പഠിക്കണം. ഒരു വിഷയത്തിന് കുറേ നേരമൊന്നും എടുക്കാനുള്ള ഇത് നമുക്കില്ല. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് പഠിച്ച് പോയിട്ട് ഇമ്പോർട്ടൻസ് തീരെ കുറവുള്ള കാര്യങ്ങൾ ലാസ്റ്റ് പഠിക്കുന്നതാണ് നമുക്ക്, അല്ലെങ്കിൽ പിന്നീട് വായിച്ച് നോക്കുന്നതാണ് നമുക്ക് നല്ലത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. ഇനി ഈ പാഠത്തിൽ അടുത്തതായി പഠിക്കേണ്ട കാര്യമാണ് സിവിൽ സർവീസിൻ്റെ വർഗീകരണം, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് സിവിൽ സർവീസസ്. ഇന്ത്യൻ സിവിൽ സർവീസിനെ 3ആയി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. ഏതൊക്കെയാണ്? അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. അപ്പോൾ നമുക്ക് അഖിലേന്ത്യാ സർവീസായി നോക്കാം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും ആവശ്യത്തിനായി ഇന്ത്യയിലെ ഏതെങ്കിലും പ്രദേശത്തോ സംസ്ഥാനത്തോ നിയമിതരാകുന്ന ഉന്നത ഉദ്യോഗസ്ഥരാണ് അഖിലേന്ത്യാ സർവീസിൽ ഉൾപ്പെടുന്നത്. അപ്പം അഖിലേന്ത്യാ സർവീസിന് ഉദാഹരണം നോക്കാം. എന്തൊക്കെയാണ്? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അത് ഉദാഹരണമല്ല, ഉദാഹരണം ഇനി പറയുന്നതാണ്. എന്തൊക്കെയാണ്? IAS, IPS, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്, ഇന്ത്യൻ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ്, ഇന്ത്യൻ എക്കണോമിക് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസ്. അപ്പോൾ ഇതിന് ഉദാഹരണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അടുത്ത സിവിൽ സർവീസിൻ്റെ വർഗീകരണമാണ് കേന്ദ്ര സർവീസ്. യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഒരു വിഭാഗമാണെന്ത്? കേന്ദ്ര സർവീസായി അറിയപ്പെടുന്നത്. അപ്പം കേന്ദ്ര സർവീസിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്. ഇനി അടുത്ത സിവിൽ സർവീസിൻ്റെ വർഗീകരണമാണ് സംസ്ഥാന സർവീസ്.
സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഒരു വിഭാഗമാണിത് സംസ്ഥാന സർവീസ്. സംസ്ഥാന സർവീസിന് ഉദാഹരണം എന്തൊക്കെയാണ്? സംസ്ഥാന വിൽപ്പന നികുതി സർവീസ്, സംസ്ഥാന സിവിൽ സർവീസ്, സംസ്ഥാന എഞ്ചിനീയറിംഗ് സർവീസ്, സംസ്ഥാന മെഡിക്കൽ സർവീസ്, സംസ്ഥാന വിദ്യാഭ്യാസ സർവീസ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് സർവീസ് മുതലായവയാണ് പ്രധാന സംസ്ഥാന സർവീസുകൾ. അപ്പം ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. മെയിനായിട്ട് വിവേചനാധികാരം നോക്കുക, പിന്നെ സിവിൽ സർവീസിൻ്റെ വർഗീകരണം നോക്കുക. പെട്ടെന്നും പറഞ്ഞു പോകുന്നത് വീഡിയോ അധികം ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയാണ്. പറഞ്ഞു പോകാനാണെങ്കിൽ കുറേ ഉണ്ട്, അപ്പോഴത്തേന് വീഡിയോ നല്ല ലെങ്തി ആവും, പിന്നെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പോയത്. പൊളിറ്റിക്സ് നന്നായി വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിഷയമാണ്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.